നടി മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും വേർപിരിഞ്ഞെന്ന് ഏറെക്കാലമായി ഗോസിപ്പുകളുണ്ട്. മഞ്ജുവിനൊപ്പം സുനിച്ചനെ കാണാറേയില്ല. ഇപ്പോഴിതാ സുനിച്ചൻ നൽകിയൊരു പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് സുനിച്ചൻ സംസാരിക്കുകയാണ്. ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്നു. ഭാര്യ ഷൂട്ടും കാര്യങ്ങളുമായി തിരുവനന്തപുരത്താണ്. മകൻ ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കുന്നു. ഞാനിപ്പോൾ കോട്ടയത്താണ്. ഇനി ഇവിടെയൊന്നും ഇല്ലേ, നീ ഇവിടെയൊന്നും ഇല്ലേ, ഇന്റർവ്യൂ ഒന്നും കൊടുക്കാത്തത് എന്തെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു മീഡിയയിൽ ഇല്ല. പ്രൊഫഷൻ ഇതല്ല. മ്യൂസിക്കുമായി ഒതുങ്ങിക്കൂടി ജീവിച്ചു പോകുന്നു. കോട്ടയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പ്രോഗ്രാമും കാര്യങ്ങളുമായി തിരക്കിലാണ് എന്നാണ് സുനിച്ചൻ പറയുന്നത്. ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ബ്ലാക്ക് കേസ് മഞ്ജുവും സിമിയും കൂടി തുടങ്ങിയ ചാനലാണ്. തുടക്കത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ദുബായിൽ പോകുന്നത്. 2 വർഷം കൂടുമ്പോഴാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരിക്ക് ഷൂട്ടും കാര്യങ്ങളുമായിരിക്കും. അങ്ങനെയായപ്പോൾ ഞാൻ പിന്നെ വ്ലോഗിൽ വന്നിട്ടില്ല. വരേണ്ട ആവശ്യം വന്നിട്ടില്ലായിരിക്കും. മീഡിയയിൽ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. മകൻ എന്നെപ്പോലെയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ അധികം കണ്ടിട്ടില്ല. ചമ്മലോടെയേ കണ്ടിട്ടുള്ളൂ. ഇതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമേയല്ല. ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണെന്നും സുനിച്ചൻ പറഞ്ഞു. സുനിച്ചനും മഞ്ജു പത്രോസും ഡിവോഴ്സ് ആയോ എന്ന് ഒരുപാട് പേർ ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ അതിനാണ് അദ്ദേഹം ഉത്തരം കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും തങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നത്. റിയാലിറ്റി ഷോയിലൂടെ വന്ന് താരമായി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് മഞ്ജു പത്രോസ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും കൂടിയാണ് മഞ്ജു. മിനി സ്ക്രീൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും നടി തിളങ്ങി നിൽക്കുകയാണ്. മഞ്ജുവും ഭർത്താവ് സുനിച്ചനും ഏറെക്കാലമായി വേർപിരിഞ്ഞുവെന്നും ഡിവോഴ്സ് ആയി എന്നും ഗോസിപ്പുകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു കാര്യങ്ങളും ഇരുവരും തുറന്നു പറഞ്ഞിട്ടുമില്ല. താൻ ദുബായിലായിരുന്നു എന്നും എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ടീമുണ്ട് തനിക്ക്. 2016 തുടങ്ങിയത്. 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിലെ ഷാർജയിലുള്ള ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ വിളിച്ചു. അങ്ങനെ ഞാനൊരു വിസിറ്റ് വിസയ്ക്ക് കയറി പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നന്നായി ജോലി ചെയ്ത് പോകുന്നതിനിടെയാണ് എനിക്ക് ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് വരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. നാട്ടിൽ വന്നിട്ട് 1.5 വർഷത്തോളമായി. ഇപ്പോൾ വീണ്ടും എക്കോസ് പൊടിതട്ടി ഇറക്കി. പുതിയൊരു രീതിയിൽ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ആണ്. തിരിച്ചു പോകാനുള്ള അവസ്ഥയിലല്ല എന്നും സുനിച്ചൻ പറയുന്നു. അഭിനയം തന്റെ മേഖലയല്ല, ഭയമാണ്. പാട്ടാണ് എൻ്റെ മേഖല. വെറുതെയുള്ളൊരു ഭാര്യ എന്ന പ്രോഗ്രാം ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു. ആദ്യ ഭാഗം കണ്ടാണ് 2ാമത്തെ സീസണിലേക്ക് അപേക്ഷിക്കുന്നത്. ഭാര്യയുടെ താല്പര്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ രസമാണ്. എന്നാൽ അന്നത്തെ ഷോയിലുണ്ടായിരുന്ന ആളുകളുമായി വലിയ അടുപ്പമൊന്നുമില്ല. തട്ടിമുട്ടിക്കുള്ളിൽ മഞ്ജു പിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവമുണ്ട്, നീ വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്കത് ശരിയായില്ല. എനിക്കറിയാം എന്നെക്കൊണ്ടത് പറ്റത്തില്ല. ഞാനിപ്പോൾ കോട്ടയത്ത് തനിച്ചാണ് എന്നും അദ്ദേഹം പറയുന്നു.